AI ജോബ്സ് റിപ്ലേസ് ചെയ്യുമോ? ഇന്ന് സേഫസ്റ്റ് കരിയർ ഏതാണ്? സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതാണ്. പക്ഷേ ഒരു കാര്യം ക്ലിയർ ആണ്, ഫ്യൂച്ചർ ടെക്നോളജി ഡ്രിവൻ ആണ്. AI, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡേറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ് ഈ ടെക്നോളജീസ് ഓൾറെഡി കമ്പനീസിന്റെ വർക്കിംഗ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി മാറ്റിക്കഴിഞ്ഞു. ഹെൽത്ത് കെയർ, ബാങ്കിംഗ്, മാർക്കറ്റിംഗ്, സൈബർ സെക്യൂരിറ്റി അങ്ങനെ എല്ലാ സെക്ടേഴ്സും ഇപ്പോൾ ഇമേർജിംഗ് ടെക്നോളജീസ് ഡിപ്പെൻഡ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നോളജി യൂസ് ചെയ്യാൻ അറിയുന്ന പ്രൊഫഷണൽസിനേക്കാൾ ടെക്നോളജി യൂസ് ചെയ്ത് ബിസിനസ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയുന്ന പ്രൊഫഷണൽസിനാണ് ഡിമാൻഡ് കൂടുതലുള്ളത്. അതിനാവശ്യമായ അഡ്വാൻസ്ഡ് നോളേജും പ്രാക്ടിക്കൽ സ്കിൽസും പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാമാണ് മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ കമ്പ്യൂട്ടിംഗ് ആൻഡ് ഇമേർജിംഗ് ടെക്നോളജീസ്. ഇതൊരു ന്യൂ ജനറേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്. കറന്റ്ലി ഇൻഡസ്ട്രീസിനെ ഷേപ്പ് ചെയ്യുന്ന ലേറ്റസ്റ്റ് ടെക്നോളജീസിൽ ഫോക്കസ് ചെയ്യുന്ന പ്രോഗ്രാം. സ്റ്റുഡൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ലാർജ് ലാംഗ്വേജ് മോഡൽസ്, LLMS, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡേറ്റാ സയൻസ്, Web3, XR ടെക്നോളജീസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, IoT പോലുള്ള ഫ്യൂച്ചർ ടെക്നോളജീസിലേക്കാണ്. MQF ലെവൽ 7, ഡ്യൂറേഷൻ 18 months, ട്യൂഷൻ ഫീ 7,900 euros. മോഡ്യൂൾസ്: ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സിസ്റ്റംസ്, ബിസിനസ് ഇന്റലിജൻസ് ആൻഡ് റിപ്പോർട്ടിംഗ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഡേറ്റാ സയൻസ്, പ്രോഗ്രാമിംഗ് ഫോർ ഡേറ്റാ സയൻസ്, അപ്ലൈഡ് മെഷീൻ ലേണിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, വെബ് ടെക്നോളജീസ്, ഇമേർജിംഗ് ടെക്നോളജീസ്, റീസർച്ച് ഡിസൈൻ, ഡിസർട്ടേഷൻ. പക്ഷേ ഈ കോഴ്സ് തിയറി മാത്രമല്ല, റിയൽ വേൾഡ് ബിസിനസ് ചാലഞ്ചസ് സോൾവ് ചെയ്യാൻ ടെക്നോളജി എങ്ങനെ യൂസ് ചെയ്യാം, കമ്പനീസിന് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, AI ആൻഡ് മെഷീൻ ലേണിംഗ് പ്രാക്ടിക്കൽ സിനാരിയോസിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നിവയിലും സ്റ്റുഡൻസ് പ്രാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഡെവലപ്പ് ചെയ്യും. അതുമാത്രമല്ല, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, വെബ് ടെക്നോളജീസ്, മെഷീൻ ലേണിംഗ് ടെക്നീക്സ് യൂസ് ചെയ്ത് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്കിൽസും ഈ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സിന്റെ മേജർ ഹൈലൈറ്റ് ആണ് ഡിസർട്ടേഷൻ ആൻഡ് റീസർച്ച് എലിമെന്റ്. പ്രോഗ്രാമിന്റെ എൻഡിൽ സ്റ്റുഡൻറ് സ്വന്തമായി ഒരു ഇൻഡിപെൻഡന്റ് റീസർച്ച് എൻഡവർ പെർസ്യൂ ചെയ്യും. അതിലൂടെ കമ്പ്യൂട്ടിംഗ് ആൻഡ് ഇമേർജിംഗ് ടെക്നോളജീസിൽ ന്യൂ ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യാനും റീസർച്ച് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും കഴിയും. ഫ്യൂച്ചർ ടെക്നോളജി യൂസ് ചെയ്യാൻ മാത്രമല്ല, ഫ്യൂച്ചർ ടെക്നോളജി ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഇത്. പ്രോഗ്രാം ലേണിംഗ് ഔട്ട്കംസ്: AI, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡേറ്റാ സയൻസ്, ഇൻഫർമേഷൻ സിസ്റ്റംസ് പോലുള്ള അഡ്വാൻസ്ഡ് ICT ഫീൽഡ്സിൽ എക്സ്പെർട്ടീസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഇമേർജിംഗ് ടെക്നോളജീസ് യൂസ് ചെയ്ത് ബിസിനസ് ചാലഞ്ചസ് സോൾവ് ചെയ്യാനും ഇന്നോവേറ്റീവ് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാനും സ്റ്റുഡൻസ് കേപ്പബിൾ ആവും. മെഷീൻ ലേണിംഗ് യൂസ് ചെയ്ത് സോഫ്റ്റ്വെയർ ആൻഡ് വെബ് ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ സ്കിൽസ് ഗെയിൻ ചെയ്യും. ഇൻഡിപെൻഡന്റ് റീസർച്ച് ചെയ്യാനും കമ്പ്യൂട്ടിംഗ് ആൻഡ് ഇമേർജിംഗ് ടെക്നോളജീസിൽ ന്യൂ ഇൻസൈറ്റ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യാനും സ്റ്റുഡൻസ് പ്രിപ്പയർ ആവും. പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം സ്റ്റുഡൻസിന് വർക്ക് ചെയ്യാൻ കഴിയുന്ന റോൾസ്: AI സ്പെഷ്യലിസ്റ്റ്, ഡേറ്റാ എഞ്ചിനീയർ, ഡേറ്റാ സയന്റിസ്റ്റ്, IT കൺസൾട്ടന്റ്, സിസ്റ്റം ഇന്റഗ്രേറ്റർ, ടെക്നോളജി സ്പെഷ്യലിസ്റ്റ്, അക്കാഡമിക് ആൻഡ് റീസർച്ച് റോൾസ്. എൻട്രി റിക്വയർമെന്റ്സ്: ബാച്ചിലേഴ്സ് ഡിഗ്രി സയൻസ് അല്ലെങ്കിൽ ടെക്നോളജി റിലേറ്റഡ് ഫീൽഡിൽ ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടിംഗ് റിലേറ്റഡ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പ്രോഗ്രാമിംഗ് നോളേജ് അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് എക്സ്പീരിയൻസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. ഇംഗ്ലീഷ് റിക്വയർമെന്റ്: നോ IELTS needed, MOI from last qualification. ഇന്ന് ടെക്നോളജി ഫാസ്റ്റായി ഇവോൾവ് ചെയ്യുന്ന ഈ വേൾഡിൽ ഫ്യൂച്ചർ സെക്യൂർ ആക്കാൻ മാത്രമല്ല, ഫ്യൂച്ചർ ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഈ പ്രോഗ്രാം ഒരു സ്ട്രോങ് ഓപ്ഷൻ ആണ്. സോ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ടീംസ് അബ്രോഡ്.